അപ്പോൾ വളരെ സമർത്ഥമായി ഇവിടുത്തെ MLA മുസ്ലിം ലീഗിന് മേധാവിത്വം ഉണ്ടാക്കാനും അതേസമയം കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ജാള്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ വീണ്ടും അവരിങ്ങനെ പറയാം, ഞങ്ങൾ കൗൺസിലർമാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കും, ഞങ്ങളാരും അതിന് മുതിർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുക. ഒരു മാസമായിട്ടില്ല, അപ്പോഴേക്കും കൗൺസിലർ മാറി, അപ്പോഴേക്കും റോഡ് ടാർ ചെയ്തല്ലോ. കൗൺസിലർ മാറി, അപ്പോഴേക്കും ഇവിടെ ലൈറ്റ് വന്നല്ലോ. അത് മനസ്സിലാക്കേണ്ടത് ഈ മാർച്ച് വരെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടക്കുന്ന മുഴുവൻ വർക്കുകളും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, ഞങ്ങൾ പണം നീക്കി വെച്ചതാണ്, ഞങ്ങൾ ആസൂത്രണം ചെയ്തതാണ്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്, ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്. ചെന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അഴിമതി കാണിച്ച, ഇനി നല്ല സാധ്യത അഴിമതി കാണിക്കാനുള്ള സ്ഥലമാണെന്ന് കണ്ട് അവിടേക്ക് വന്ന് ഈ സാധനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാനൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പെരിന്തൽമണ്ണയിൽ 30 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. അധികാരത്തിലെത്തിയതിനു ശേഷം മുൻ ഭരണസമിതികൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതി ഉന്നയിക്കുന്നുണ്ട്. നമ്മോടൊപ്പം മുൻ നഗരസഭാ ചെയർമാൻ P. ഷാജിയുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന ഉണ്ണികൃഷ്ണ മാഷുണ്ട്. അദ്ദേഹം CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയായിരുന്നു. P. ഷാജി, 30 വർഷം CPM-ൻ്റെ LDF-ൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു പെരിന്തൽമണ്ണ. അതിനു മുമ്പും പഞ്ചായത്തായിരിക്കുമ്പോഴും LDF തന്നെയാണ് ഭരിച്ചിരുന്നത്. 30 വർഷത്തിന് ശേഷം UDF-ന് അധികാരം ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ LDF നേതൃത്വം ഇവിടെ വിജയപ്രതീക്ഷയുണ്ട്, വിജയിക്കും, ഒരു കാരണവശാലും ഇത് UDF-ന് ലഭിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്താണ് ഈ LDF-ൽ ഭരണം നഷ്ടപ്പെടാനുള്ള കാരണം? ഭരണം നഷ്ടപ്പെടാനുള്ള കാരണം സംസ്ഥാനത്താകെ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണല്ലോ ഈ LDF-നുണ്ടായത്. അതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലുണ്ടായി. സംസ്ഥാനത്താകെ വ്യാപകമായി UDF അഴിച്ചുവിട്ടിട്ടുള്ള വ്യാജ പ്രചരണങ്ങളുണ്ട്, SIR ഉണ്ട്, അതേപോലെ തന്നെ ശബരിമല തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോൾ നമ്മൾ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യാജ പ്രചരണം. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രചരണങ്ങൾക്ക് അപ്പുറത്തേക്ക് മതവും അതേപോലെ തന്നെ പണവും ഒഴുക്കിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ പിടിച്ചിട്ടുള്ളത് UDF. അതിനപ്പുറത്തേക്ക് BJP 27ഓളം വാർഡുകളിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. 100-ലധികം വോട്ടുകൾ ഉള്ള BJPക്ക് വോട്ടുകളുള്ള 5-ലധികം വാർഡുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, 30-ൽ 25-നും താഴെയാണ് അവരുടെ വോട്ട്. ആ വോട്ടുകളൊക്കെ എവിടെ പോയി എന്ന് പരിശോധിച്ചാൽ മതി. അതപ്പോൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്തിരിക്കും. മതവും പണവും അതോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയും നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ മതവും പണവും ഒക്കെ പറഞ്ഞു, അതിനപ്പുറം LDF-ന് നല്ല പ്രചാരണം നടന്നു, UDF നല്ല പ്രചാരണം നടത്തി. UDF-ൻ്റെ ഉരുക്കുകോട്ട എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിലാണ് അവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. LDF-ൻ്റെ ഈ നല്ല വ്യക്തമായ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ അവർ ജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും 1 വോട്ടിന് അല്ലെങ്കിൽ 7 വോട്ടിന് ഇങ്ങനെയൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. ആ ജയമൊക്കെ ശരിക്കും എന്താ UDF-ന് അത് വലിയ ജയമാണെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്നതാണോ? അല്ല, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ നമ്മുടെ ജില്ലയിൽ ഈ ഒരു കുത്തൊഴുക്കിലും പിടിച്ചു നിന്നിട്ടുള്ളൊരു സ്ഥലമാണ് പെരിന്തൽമണ്ണ. 16ഓളം സീറ്റുകളിൽ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 സീറ്റുകൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഭരണം ശരിക്കും പോകുന്നത് 34 വോട്ടിനാണ്. 1 വോട്ടിന് പോയ ഒരു സീറ്റ് 37-ാം വാർഡ്, 7 വോട്ടിന് പോയിട്ടുള്ള 14-ാം വാർഡ്, 26 വോട്ടിന് പോയിട്ടുള്ള 25-ാം വാർഡ്. ഈ 3 വാർഡുകളും കിട്ടുമായിരുന്നെങ്കിൽ നഗരസഭയുടെ ഭരണം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 34 വോട്ടിന്. അപ്പോൾ അടിത്തറയാകെ ഇളകി പോയിട്ടില്ല. പിന്നെന്താണ് തോൽവി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് എന്തൊക്കെയാണ് നമ്മൾ തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി കൂടുതൽ സീറ്റോട് കൂടി തിരിച്ചു വരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ വ്യാപൃതരാകും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഭരണം ലഭിച്ചതിന് ശേഷം UDF അധികാരത്തിൽ വരുന്നു, സത്യപ്രതിജ്ഞ നടക്കുന്നു, അതിനുശേഷം സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സമയത്ത് UDF-ലെ ഒരംഗം LDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. ടോസിലൂടെ അദ്ദേഹം തോൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യ കൗൺസിലറാണ്, അവർ വരാതിരിക്കുന്നു. ഈ ചാക്കിട്ടുപിടുത്തം നടത്തുകയാണ് LDF എന്നുള്ള ആരോപണമാണ് UDF-ൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിൽ വല്ല വസ്തുതയുണ്ടോ? ഒരു വസ്തുതയില്ലെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം UDF-ലെ
ചില നേതാക്കൾക്ക് എനിക്ക് തോന്നുന്നു എന്താ അവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. അമിത ആഹ്ലാദമൊക്കെ പറ്റും, പക്ഷേ ഇങ്ങനെ ഉണ്ടയില്ലാവടി പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിച്ചിട്ടുള്ളതാണ്. അവർ 5 വർഷം ഭരിക്കട്ടെ, ഞങ്ങൾ ഒരു തരത്തിലും അവരെ പിന്നെ ചാക്കിട്ട് പിടിക്കാനോ കുതിര കച്ചവടം നടത്താനോ പോകുന്നില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ വീണ്ടും അവരിങ്ങനെ പറയാം ഞങ്ങൾ കൗൺസിലർമാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കും. ഞങ്ങളാരും അതിന് മുതിർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുക. ഒന്ന് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5 വർഷം ഭരിക്കട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവരെ അങ്ങ് ഒന്നിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇപ്പോൾ സ്ഥിരം സമിതി അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ടോസിലാണ് ഞങ്ങൾക്ക് ജയിക്കേണ്ടത്. അവിടെ അവരുടെ ഒരാൾ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ വന്നില്ല, ഞങ്ങളൊരാൾ വോട്ട് അസാധുവാക്കി അതിൽ ടോസ് കൊണ്ടുവരേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കൽ ഇതല്ല, ഞങ്ങൾ ലക്ഷ്യമല്ല. എന്നാൽ ഞങ്ങൾ അവരെ ചാക്കിട്ട് പിടിക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ്. അതിൽ യാതൊരു തർക്കമില്ല. അവർ പറയുന്നത് വലിയ പണം, അതായത് ലക്ഷങ്ങളുടെ കണക്കൊക്കെയാണ് പറയുന്നത്. UDF-ൻ്റെ പല നേതാക്കളും ലക്ഷങ്ങളൊക്കെ മുടക്കി ഇങ്ങനെ UDF-ൻ്റെ കൗൺസിലർമാരെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു, ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ രീതിയിൽ ഒരുപക്ഷെ അവരുടെ വേവലാതി ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ പറയുന്നൊരു കാരണം? എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചതാണ്. വേവലാതി ആയിരിക്കും, അല്ലാതെ എന്താ പറയുക, നമ്മളാരും മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ പറയുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവരിൽ UDF സ്ഥാനാർത്ഥികൾ അല്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ 1-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ആയിരുന്നില്ല കൂടുതൽ UDF-ന് വോട്ട് നേടിയത്, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ മാഷ് മത്സരിച്ചിട്ടുള്ള വാർഡിൽ UDF തീരുമാനിച്ചല്ല, ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ആൾ വന്നതാണ്. പിന്നെ UDF പിന്തുണയ്ക്കാണ്. 26-ാം വാർഡിൽ UDF നേരത്തെ തീരുമാനിച്ചൊന്നല്ല, അയാൾ വന്ന് നിന്ന് പിന്നെ അയാൾ UDF. അപ്പോൾ ഇവർക്കൊക്കെ പേടിയുണ്ട്. കാരണം അവർ നിർത്തിയതോ അല്ലെങ്കിൽ അവരുടെ പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചതോ ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ചതല്ല സ്ഥാനാർത്ഥികൾ. അവർ വന്ന് നിന്നു. ഇപ്പോൾ UDF വിചാരിക്കുകയാണ് ഇവരെ പിന്തുണച്ചാൽ മതി. അപ്പോൾ UDF സ്ഥാനാർത്ഥികൾ ആ ലേബലിൽ അല്ലാത്ത മത്സരിച്ച ആളുകൾ ചിലപ്പോൾ അവർ സ്വതന്ത്രമായി ചിന്തിക്കുമെന്ന് വേവലാതിയും പേടിയും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഞങ്ങളെന്തായാലും അവരുടെ പിന്നാലെ ഒന്നും പോകുന്നില്ല. നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്, ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല, അറിയാലോ. ആ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് 34 വോട്ടിനാണ് പെരിന്തൽമണ്ണ നഗരസഭ നഷ്ടപ്പെടുന്നത്. എവിടെയെങ്കിലും ഞങ്ങൾക്ക് അത് ഞങ്ങൾ പരിശോധിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തും. കൂടുതൽ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറ്റും. അവർക്ക് വേണ്ടി കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നഗരസഭയിൽ കൂടുതൽ സീറ്റോടുകൂടി വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. നേരത്തെ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു, പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. ഉണ്ണികൃഷ്ണ മാഷേ, UDF-ൻ്റെ കൗൺസിലർമാരെ LDF ചാക്കിട്ട് പിടിക്കാൻ ലക്ഷങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട UDF-ൻ്റെ നേതാക്കളിൽ നിന്നുള്ളതാണ്. ഇതിലൊക്കെ വല്ല വസ്തുതയുണ്ടോ? UDF-ന് അവരുടെ പല സ്ഥാനാർത്ഥികളും വിജയിച്ചു വന്നപ്പോൾ അവരിൽ വിശ്വാസമല്ല. ഇവരേത് സമയവും മാറിക്കളയോ എന്നുള്ളത് ഒരു ആശങ്ക അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ നേരെ ചാരിയാണ്. ഞങ്ങളെന്തായാലും ഇതിനൊന്നും ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ UDF-ന് തുടക്കം മുതൽ തന്നെ കല്ലുകടിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ MLA കോൺഗ്രസ്സിനെ തീർത്തും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പ് വന്നു, കോൺഗ്രസ്സുകാർക്ക് ഒറ്റ സീറ്റും കൊടുത്തില്ല. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസ്സുകാർ ബഹിഷ്കരിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഒരേ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് റിബൽ മത്സരിച്ചത്. അതായത് കോൺഗ്രസ്സിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാത്രമാണ് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ടോസിലാണ് കോൺഗ്രസ് ജയിച്ചത്. അതില്ലെങ്കിൽ ഇന്ന് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കൂടാതെ മുഴുവൻ ലീഗാവുമായിരുന്നില്ലേ. അപ്പോൾ വളരെ സമർത്ഥമായി ഇവിടുത്തെ MLA മുസ്ലിം ലീഗിന് മേധാവിത്വം ഉണ്ടാക്കാനും അതേസമയം കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ജാള്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഒരൊറ്റ ആളെയും പിറകെ നടക്കുന്നില്ല, ഈ ഭരണം അട്ടിമറിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ച് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കി കൊടുക്കുന്ന പണി ഞങ്ങൾക്കില്ല. അവർക്കിടയിലുള്ള ഏത് ഭിന്നതകളും
അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ കടമയാണ്, അത് ഞങ്ങൾ നിർവഹിക്കും. MLA ഈ ആരോപണം മുഴുവൻ ഉന്നയിക്കുന്നത് അഴിമതി ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നിങ്ങളറിയേണ്ടത് കേരളത്തിൽ 140 തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരേ ഒരു MLA ആണ് പാതി വില തട്ടിപ്പിൽ തൻ്റെ ഓഫീസിൽ 2 ആളെ വെച്ച് ഫോം പൂരിപ്പിച്ച് 1.5 കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. മറ്റ് പല MLA-മാരും അവർ വിളിച്ചപ്പോൾ ചില ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടാവാം, നാട മുറിച്ചിട്ടുണ്ടാവാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു MLA, കേരളത്തിൽ 140-ൽ ഒരേ ഒരു MLA പാതി വില തട്ടിപ്പിൽ 1.5 കോടി രൂപയാണ് പെരിന്തൽമണ്ണയിൽ തട്ടിയെടുത്തത്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കേസായപ്പോൾ ഇത് മുഴുവൻ തീർത്തു. എവിടുന്ന് അദ്ദേഹം തീർത്തത്? ഈ 1.5 കോടി രൂപ എന്തായാലും ഈ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടുന്നാണ് ഈ പണം വന്നിട്ടുള്ളത്? ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ അസന്നിഗ്ധമായി പറയാണ്, ക്രിയ എന്നൊരു സംവിധാനം ഇന്ന് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ തീർച്ചയായിട്ടും അതിനെ മറയാക്കിക്കൊണ്ടാണ് ഈ ഇടപാടുകൾ, അനധികൃത ഇടപാടുകൾ മുഴുവൻ നടത്തുന്നത്. മുസ്ലിം ലീഗുകാർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അതിൻ്റെ കണക്ക് ഇന്നേ വരെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ലീഗിൻ്റെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചാൽ മതി. ഇതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ MLA ആണ് ആരോപണം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണോ? ഇതേ MLA തന്നെയല്ലേ പെരിന്തൽമണ്ണയിൽ വർഗീയമായിട്ടുള്ള വലിയ ചേരിതിരിവിൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്? ഇയാൾക്കെതിരെ 6 കൊല്ലം മുമ്പ് പേരാമ്പ്ര പോലീസിൽ കേസുണ്ടല്ലോ. പള്ളിക്ക് ബോംബെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മത സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതേ MLA-ക്കെതിരെ കേസുണ്ടല്ലോ. ഇയാൾ പെരിന്തൽമണ്ണയിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. ഒറ്റ വികസന പ്രവർത്തനം ഉണ്ടെങ്കിൽ പറയട്ടെ, ലീഗുകാർ പറയട്ടെ, MLA പറയട്ടെ. ഈ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒറ്റ വികസന പ്രവർത്തനം 2 ഞങ്ങൾ ചോദിക്കില്ല, ഒരെണ്ണം പൂർത്തിയാക്കിയ വികസന പ്രവർത്തനം പറയാൻ പറ്റുമോ? ഇതിൽ നിന്നൊക്കെ മറികടക്കാൻ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചും കൊണ്ടേയിരിക്കുകയാണ്. ഒരു റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓട്ടെ, 5 വർഷമായില്ലേ, ഇനി 2 മാസമേ ഉള്ളൂ. 59 കോടി രൂപ കേരളത്തിലെ സർക്കാർ കിഫ്ബി ഫണ്ടിലൂടെ പെരിന്തൽമണ്ണ MLA-ക്ക് അനുവദിച്ചു കൊടുത്തു, പെരിന്തൽമണ്ണയുടെ വികസനത്തിന് വേണ്ടി. എത്ര രൂപയാണ് അദ്ദേഹം അത് ചെലവഴിച്ചിട്ടുള്ളത്? എന്താണ് അതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ പറ്റും? ഈ പ്ലാമന്തോൾ പാലം വരെ നല്ല റോഡ്, മേലാറ്റൂർ കഴിഞ്ഞാലും നല്ല റോഡ്. ഇതിനിടയ്ക്കുള്ള ഈ സ്റ്റേറ്റ് ഹൈവേ എന്താ ഇപ്പോഴും പ്രയാസപ്പെട്ട് നിൽക്കുന്നത്? MLA നേതൃത്വം കൊടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തി ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനെ കോർഡിനേഷൻ നടത്തിയാലേ ഇതെല്ലാം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. തൂതപ്പാലത്തിൻ്റെ പണി കാണാൻ പോയിരുന്നല്ലോ അദ്ദേഹം. തൂതപ്പാലത്തിൻ്റെ അപ്പുറത്ത് എത്ര മനോഹരമായ റോഡാണ്. എന്താ അവിടെ നിന്നിട്ടുള്ള റോഡ് ഇങ്ങനെയത്? പല പദ്ധതികളും കൊണ്ടുവരണമെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി അവരെ കൂട്ടിയിണക്കി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇത് നേടിയെടുക്കാൻ കഴിയണം. 1 രൂപയുടെ ഗുണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടില്ല. മൊത്തം മണ്ഡലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് മറ്റാളുകൾ പറയും. ഇവിടെ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് 1 രൂപയുടെ ആനുകൂല്യം കിട്ടാത്ത, നൽകാത്ത, അനുവദിക്കപ്പെട്ട 59 കോടിയിൽ 1 രൂപ പോലും ചെലവഴിക്കാത്ത MLA തൻ്റെ കഴിവുകേടുകൾ മറച്ചു വയ്ക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ MLA-യുടെ ആരോപണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്ഥിരം സമിതി അധ്യക്ഷർ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. 100 കോടി കടമുണ്ട് നഗരസഭയ്ക്ക്. ഈ ഇത്രയും വലിയ വരുമാനമുള്ള നഗരസഭയിലെ ഈ പണമൊക്കെ എങ്ങോട്ട് പോയി? പല പദ്ധതികളും കൊണ്ടുവന്ന് പാതി വഴിയിലായിരിക്കുന്നു, അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ പണത്തിൽ അഴിമതിയുടെ, അതായത് ഇതെല്ലാം ഓഡിറ്റ് ഒക്കെ നടത്തിയതിന് ശേഷം വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്വേഷണത്തിനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിടും എന്നൊക്കെ രീതിയിൽ അവരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കടം വരുന്നത് എങ്ങനെയാണെന്ന് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും. അതുകൂടാതെ ഈ അഴിമതികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ വല്ല സത്യമുണ്ടോ, അത് എന്തുകൊണ്ട് അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യം ജനങ്ങൾക്കുണ്ടാകും. ജനമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ മാഷ് പ്രതികരിക്കാനുള്ളത്? അവർ ഉന്നയിച്ചിട്ടുള്ളത് 100 കോടി രൂപയുടെ കടമെന്നാണ്, ധവളപത്രം ഇറക്കുന്നതാണ്. സാധാരണ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ 1 മാസം കഴിഞ്ഞു. അവരൊരു പത്രസമ്മേളനം ഇതേവരെ വിളിച്ചിട്ടില്ല. ഒറ്റ ചില ബൈറ്റുകൾ കൊടുത്തു എന്നല്ല, ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ നിങ്ങളറിയേണ്ടത് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കടമെന്ന് പറയാനുള്ളത് 2,47,00,000 രൂപ മാത്രമാണ്. 20ഓളം വലിയ പ്രോപ്പർട്ടികളുള്ള നഗരസഭയിൽ ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമാണ് പണയം വെച്ചിട്ടുള്ളത് 2,47,00,000. 3 മാസം കൂടുമ്പോൾ 14,50,000 രൂപയാണ് അടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ
ഒരു മാസം 5 ലക്ഷം രൂപ പോലും തിരിച്ചടവില്ല. അത്ര കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ കടം. തൊട്ടടുത്ത മഞ്ചേരി, മലപ്പുറം, മറ്റ് നഗരസഭകളൊക്കെ എടുത്താൽ അവിടെയൊക്കെ കോടികളാണ് കടം. 2,47,00,000 കടം. ഇതൊക്കെ ഒരു കടമാണോ ഒരു നഗരസഭയെ സംബന്ധിച്ച്? അതുകൊണ്ട് ഇതൊക്കെ ഇവരിങ്ങനെ വിളിച്ചു പറയാണ്, യാതൊരു അടിസ്ഥാനമില്ലാതെ. നഗരസഭയുടെ എല്ലാ മുതലും പെരിന്തൽമണ്ണ നഗരസഭയിൽ പരിശോധിച്ചാൽ കിട്ടും. ഒരെണ്ണം മാത്രമാണ് പണയം വെച്ചിട്ടുള്ളത്. അത് മാർക്കറ്റിൻ്റെ പൂർത്തീകരണത്തിനും ശ്രമത്തിനാണ്. ഇതവർ പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റിൻ്റെ പണി നിർത്തിവെക്കാനാണ്. അതുകൂടി പറയാം. 20 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട്, ഞങ്ങൾ എടുത്തിട്ടില്ല. ആ പണം എടുത്തിട്ട് അവർ പൂർത്തിയാക്കണം. ഇനി പൂർത്തിയാക്കേണ്ട പണി അവരുടെ. അതിൻ്റെ 1-ാം നില, അടുത്ത നിലയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ആ മാർക്കറ്റിൻ്റെ പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. ആ 20 കോടി രൂപ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് KURDFCയിൽ നിന്ന്. അതും എടുത്ത് അവർ പണി പൂർത്തിയാക്കട്ടെ. ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന സംവിധാനമേ ഉള്ളൂ. കൂടാതെ 11 കോടിയോളം രൂപ പിരിച്ച് കിട്ടാനുണ്ട് പ്രവാസികളുടെ. 20 കോടിക്ക് ലേലം ചെയ്തു, 10 കോടിക്കടുത്ത് പിരിച്ചിട്ട് ഇനി 11 കോടിയുടെ അവർക്ക് പിരിച്ചിട്ടാനുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ വേഗം നടത്തണം. അഴിമതി ആരോപണം ഉന്നയിച്ചും കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ്, അതിനുള്ള നീക്കമാണ് എല്ലാ തലങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് വെറും 2.5 കോടി രൂപ മാത്രമാണ് നഗരസഭയ്ക്ക് ഇപ്പം നിലവിൽ കടമുള്ളൂ. മുൻ നഗരസഭാ ചെയർമാൻ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷ് ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ചെയർമാൻ എന്ന നിലക്ക് താങ്കൾക്ക് അക്കാര്യത്തിൽ എന്താണ് പ്രതികരിക്കാറുള്ളത്? മാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഇവർ ദിവസേന വയറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും അതിന് ഒഴിവില്ല. പക്ഷേ ഞങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിതരായതാണ്. ഞങ്ങൾ ഇതും തീരുമാനിച്ചതല്ല. ഇപ്പോൾ നിങ്ങൾ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ഇത് ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയാം. ആദ്യം എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഭരണം കിട്ടി, ഇതൊന്നും നിങ്ങൾ പഠിക്കൂ. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ ഉണ്ടയില്ല വടി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയാം. പഠിച്ച് കാര്യങ്ങൾ എന്നിട്ട് വസ്തുതകൾ നിരത്തും. ഈ നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം നഗരസഭാ ഘട്ടത്തിലാണ്, എല്ലാ പ്രോപ്പർട്ടിയും പണയത്തിലാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇത് ഉന്നയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചെയർപേഴ്സൻ്റെ ഭർത്താവാണ്. കഴിഞ്ഞ തവണ നഗരസഭയിൽ ഞങ്ങളെ കൂടെ നിന്ന ആളാണ്. മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നു 5 വർഷത്തിനിടയിൽ മുസ്ലിം ലീഗോ UDF ആകെ നടത്തിയ സമരം, നഗരസഭയിലേക്ക് നടത്തിയ സമരം ബസ്സുമായി ബന്ധപ്പെട്ടല്ല, അതൊന്നുമില്ല. അപ്പോൾ അന്നൊന്നും ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ ഇല്ല എന്നുള്ളതാണല്ലോ കാണുന്നത്. രണ്ടാമത് കൗൺസിലിനകത്തുള്ള ആളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇത് പറയുന്നത്, ഞങ്ങളുടെ കൂടെ ഇതിനൊക്കെ കൂടെ നിന്നിട്ട് അന്നൊന്നും ഉന്നയിക്കാത്ത കാര്യം. ഈ 5 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു 5-ൽ താഴെ തവണ മാത്രമാണ്, 5 അജണ്ടകൾക്ക് താഴെ മാത്രമാണ് വിയോജനക്കുറിപ്പ് തന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂടെ 5 വർഷവും ഇരുന്ന് അന്നൊന്നും ഉന്നയിക്കാത്ത കാര്യം ഇപ്പോൾ ഉന്നയിക്കുന്നത്, മാഷ് പറഞ്ഞില്ലേ, അത് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നത് കാരണം ഇതിലേക്ക് ചാരുക. അങ്ങനെ പിന്നെ പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. മാർക്കറ്റ് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങിയിട്ടുള്ളത്. ജൂബിലി റോഡ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയിട്ടുള്ളത്. ആയുർവേദ ഹോസ്പിറ്റൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ പെരിന്തൽമണ്ണയെ എന്താണ് പൂങ്കാവനമാക്കുമെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാതിരിക്കാൻ കാണിക്കുന്ന ഈ കാരണങ്ങളൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. നിലവിൽ മാർച്ച് വരെ അതുകൂടി പറഞ്ഞു പോകണമല്ലോ. ഇപ്പോൾ പല വാർഡുകളിലും കൗൺസിലർമാർ പറയുന്നുണ്ട് 1 മാസമായിട്ടില്ല, അത് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1 മാസമായിട്ടില്ല, അപ്പോഴേക്കും കൗൺസിലർ മാറിയപ്പോഴേക്കും റോഡ് ടാർ ചെയ്തല്ലോ. കൗൺസിലർ മാറി അപ്പോഴേക്കും ഇവിടെ ലൈറ്റ് വന്നല്ലോ. അത് മനസ്സിലാക്കേണ്ടത്, ഈ മാർച്ച് വരെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടക്കുന്ന മുഴുവൻ വർക്കുകളും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, ഞങ്ങൾ പണം നീക്കി വെച്ചതാണ്, ഞങ്ങൾ ആസൂത്രണം ചെയ്തതാണ്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്, ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്. അത് ജൂബിലി റോഡിൻ്റെ പണി ഉൾപ്പെടെ. ഇനി എനിക്ക് നഗരസഭയുടെ ചെയർപേഴ്സണോടും അല്ലെങ്കിൽ അവിടെ അധികാരികളോടും പറയാനുള്ളത്, നമ്മളെ പെരിന്തൽമണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസും നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡുമാണ് ജൂബിലി റോഡ്. 3,07,00,000 രൂപ നീക്കി വെച്ചിട്ടാണ് നഗരസഭ ഞങ്ങൾ കൗൺസിൽ പോകുന്നത്. അതിൽ ജൂബിലി റോഡിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പം എന്താണ് ജൂബിലി റോഡിൻ്റെ അവസ്ഥ? അത് പറയണം. 17 ലക്ഷം രൂപ ഞങ്ങൾ അവസാനം മാറ്റിവെച്ചത് ഈ ജൂബിലി റോഡിലുള്ള ഇലക്ട്രിക് ലൈനുകൾ, പോസ്റ്റുകൾ മാറ്റിവെക്കാൻ. നോക്കൂ നിങ്ങൾ, 1 മാസം കഴിഞ്ഞിട്ട് പോലും ആ പോസ്റ്റ് മാറ്റി വെക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ. അപ്പം അത് എന്താണ് സംഭവം?
അതിനെന്താണ് കാരണം എന്നൊക്കെ പഠിക്കണ്ടേ? അതല്ലാതെ ഇങ്ങനെ വെറുതെ വിടുവായത്തം പറഞ്ഞ് നടക്കല്ലാതെ എന്താണ് ഇതിന്, നമ്മളെന്താണ് ഇതിന് പറയാം? ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ അതൊരു 3 കോടി രൂപയുടെ എന്താ പറയുക അഴിമതി ഉണ്ടെന്നോ രീതിയിലൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതൊക്കെ ഉള്ളതാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. അക്കാര്യത്തിൽ എന്താണ്? ഒന്ന്, മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിൽ 87 നഗരസഭകളുണ്ട്. 87 നഗരസഭകളിൽ 3-ാം സ്ഥാനം, ഏറ്റവും നല്ല മാലിന്യ സംസ്കരണം നടത്തിയതിന് 3-ാം സ്ഥാനം ലഭ്യമായതാണ്. 3-ാം സ്ഥാനത്തിലേക്ക് എങ്ങനെ പോയത് ഞങ്ങൾ നോക്കി. കാരണം എന്താ 1 കിട്ടായിരുന്നു നമ്മൾ പരിശോധിക്കുമല്ലോ. പരിശോധിച്ചപ്പോൾ പറഞ്ഞത് 1-ാം സ്ഥാനം ലഭ്യമാകാത്തത് കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് ഇല്ലാത്തത് മാത്രമാണ് നമ്മൾ 1-ാം സ്ഥാനത്ത് നിന്ന് പോകാൻ കാരണം. ഞാനത് പറയാൻ കാരണം അത്ര നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു മാലിന്യ സംസ്കരണ സംവിധാനമാണ് പെരിന്തൽമണ്ണയിൽ. ഏറ്റവും മികച്ച ഹരിതകർമ്മസേന, അവർക്ക് സഞ്ചരിക്കാൻ ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുണ്ട്, അവർക്ക് വിശ്രമിക്കാൻ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള സംവിധാനം, ഏറ്റവും നല്ല മികച്ച പ്ലാന്റ്. കേരളത്തിലെ 22ഓളം നഗരസഭകൾ, 22ഓളം നഗരസഭകൾ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ നഗരസഭകൾ വന്ന് പഠിച്ച് കണ്ടുപോയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ അവസ്ഥയാണ്. വന്നിട്ടൊരു മാസമായിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. വന്ന് 1 മാസമായപ്പോഴേക്കും ഇതൊന്നും ശരിയാക്കാതെ ഇവിടെ എന്തോ അഴിമതി കാണിക്കണം. അതിനൊരു ലക്ഷ്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭരണസമിതി ഇരുന്നപ്പോഴും വന്നിരുന്നു ആളുകൾ. ഇതിന് ഒരു മാഫിയുണ്ട് കേരളത്തിൽ. മാഫിയ കേരളത്തിൽ ഏജൻസികളുടെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് വലിയ കമ്മീഷൻ തരാമെന്ന് പറയും. എന്നിട്ട് നമുക്കൊന്നും ചെയ്യണ്ട, മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരും. നമ്മൾ ചെയ്യണമെങ്കിലോ ഒരു കൗൺസിലർ അതിനായിട്ട് ചുമതലപ്പെടുത്തണം. ഇതിന് വരുന്ന തലവേദനകൾ മുഴുവൻ നമ്മൾ സഹിക്കണം. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ വേസ്റ്റ്, ഈ മാസത്തെ വേസ്റ്റ് ഇതാ ഈ 22-ാം തീയതി എടുക്കാൻ തുടങ്ങുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ 9-ാം തീയതി എടുക്കേണ്ട, ഈ 22-ാം തീയതി ഒരു എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതെടുത്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് വിളി വരും. അപ്പോൾ അത്രയും എഫർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് സമയവും കാര്യങ്ങളും ഇതിലേക്ക് ചിലവഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ സംവിധാനത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റും. ഏജൻസിക്ക് കൈമാറിയതൊന്നും വേണ്ട, മാസം നമുക്ക് ആവശ്യമില്ല. ഇതിനുള്ള തയ്യാറെടുപ്പാണ്. അതിന് പറ്റിയ ആളെ തന്നെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആക്കിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ പറയാം. എന്തിനാണ് നമ്മൾ സൂപ്യാക്ക വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് നിങ്ങൾക്കറിയാലോ, ആയിരുന്നു എന്നറിയാമായിരുന്നു. എന്തിനാണ് സൂപ്യാക്ക പകുതി വെച്ച് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്? നിങ്ങൾ അന്വേഷിച്ചാൽ, ഞാൻ ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്, ഇദ്ദേഹം സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന പ്രസിഡന്റാണ്. എന്തിനാണ് അവിടുന്ന് രാജിവെക്കേണ്ടി വന്നത്? അന്വേഷിച്ചാൽ മനസ്സിലാവും. കുടുംബശ്രീയുടെ മുൻ DMC ആയിരുന്നു. എന്തിനാണ് അവിടുന്ന് ഒഴിയേണ്ടി വന്നത്? നിങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ ഒന്നും പറയണില്ല. വേണമെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും തരാം കേട്ടോ, നമ്മളടുത്ത് എല്ലാ സാധനവും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥാനാർത്ഥികളും വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ മാന്യൻ 3 ദിവസം ആ വാർഡിലേ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? എന്താ അങ്ങനെ മുങ്ങാൻ കാരണം? പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലുള്ള കേസാണ്. എന്താ കേസ് എന്നുള്ളത് ഞാൻ പറയണില്ല, നിങ്ങൾ പരിശോധിച്ചാൽ. അയാളാണ് അഴിമതിയെക്കുറിച്ച് നമ്മളെ പറ്റി ഇങ്ങനെ പറയണം, നമ്മളോട് പറയണം. ചെന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അഴിമതി കാണിച്ച, ഇനി നല്ല സാധ്യത അഴിമതി കാണിക്കാനുള്ള സ്ഥലമാണെന്ന് കണ്ട് അവിടേക്ക് വന്ന് ഈ സാധനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ CPM അതിന് അനുവദിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തോട് പറയാണ്. നമുക്ക് ഇങ്ങോട്ട് ചാരി തരണ്ട, നിങ്ങൾ തന്നെ ആ പട്ടം ചാർത്തിയാൽ മതി, നിങ്ങൾക്കാണത് ശരിയാ. ഈ ഹരിതകർമ്മ സേനയുടെ ഈ 3 കോടിയൊക്കെ അഴിമതി നടത്തി കടവാണ്, അതായതൊക്കെ ആരോപണങ്ങളുടെ വലിയ കുന്തമുന നിങ്ങൾക്കെതിരെയാണ് വരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷേ, ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. മാഷിൻ്റെ പ്രതികരണം എന്താ? ഒറ്റ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. സാധാരണ ഈ ചെയിന് കാണാനില്ല, പേഴ്സ് കാണാനില്ല, ആണെങ്കിൽ മനുഷ്യനെ കാണാനില്ല, വിമാനം കാണാനില്ല, അതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു അക്കൗണ്ട് കാണാനില്ല. അങ്ങനെ സംഭവിക്കും ഇന്നത്തെ കാലത്ത്. അക്കൗണ്ട് കാണാതാവും. എന്താ ഇവർ പറയണം? ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. യാതൊരു വിവരക്കേടിൻ്റെ പര്യായമായിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അക്കൗണ്ട് എങ്ങനെ കാണാല്ലാണ്ടാണ്? മിനിമം അയാളുടെ ചെയർപേഴ്സണായിട്ടുള്ള അവരുടെ ഭർത്താവ് ബാങ്ക് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തോട് ചോദിക്കുക, അങ്ങനെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് കാണാല്ലാണ്ടാവുമോ?
വിവരമില്ലെങ്കിൽ അത് വിവരമുള്ളവരോട് ചോദിക്കണം. തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ അക്കൗണ്ട് കാണാനാണ്. ഇതൊന്നും സംഭവിക്കാത്ത കാര്യം. പക്ഷേ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്ന ഒന്നാണ്. ഏത് അക്കൗണ്ടും എത്ര വർഷം പഴക്കമുള്ളത് അടിച്ചാൽ ഒന്നുകിൽ പേരടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നമ്പർ അടിച്ചാൽ കിട്ടും, അക്കൗണ്ട് വരില്ലേ, എന്താ പറ്റിയെന്ന്. അപ്പോൾ പറയുന്നത് അക്കൗണ്ടേ കാണാനാണ്. അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എത്രമാത്രം പൊള്ളത്തരമാണ് ഈ പറയുന്നത്. ഇത് നേരത്തെ ചെയർമാൻ പറഞ്ഞ കാര്യമാണ്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ മാന്യമായി ജീവിച്ചു പോകുന്ന സംവിധാനമുണ്ട്. 85 കുടുംബങ്ങൾ. ആ കുടുംബങ്ങളെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടത്തുന്ന പ്രചരണം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇതൊക്കെ നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നതാണ്. UDF 30 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹം പോലെ അവർ കുറേ കാലം സ്വപ്നം കണ്ടു നടന്ന് അങ്ങനെ അധികാരം കിട്ടി. അപ്പോൾ നടാടെ അധികാരം കിട്ടിയപ്പോഴുള്ള ആ സന്തോഷം കൂടിപ്പോകുന്നതാണോ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ? അതോ കാരണം എന്ന് വെച്ചാൽ എല്ലാം ഓഡിറ്റ് ചെയ്യണം, പരിശോധിക്കണം, അതിനൊക്കെ 1 മാസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഈ UDF നേതാക്കളൊക്കെ ഈ ഭരണം കിട്ടിയതിൻ്റെ അത്യാഹ്ലാദം എന്ന് പറയൂലേ, സന്തോഷം കൂടിപ്പോകില്ലേ, ആ കൂടിപ്പോയതിൻ്റെ ഒരു ബഹിസ്ഫുരണം എന്നൊക്കെ പറയില്ലേ, അതാണോ ഇപ്പോൾ നടക്കുന്നത്? ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അയാളിൽ നിന്ന് മാത്രമാണ് ഇവർ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഒരൊറ്റ ഉദ്യോഗസ്ഥൻ. അതിന് കാരണമുണ്ട്, ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അയാളിൽ നിന്ന് കിട്ടുന്ന തെറ്റായ വിവരങ്ങളാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അങ്ങനെ പുറത്തേക്ക് പറയുന്നത്. ഒന്നുകിൽ അദ്ദേഹം അത് പഠിക്കണം. ഒരു പ്രൊഫസറൊക്കെ ആയിട്ട് പിരിഞ്ഞ ആളാണല്ലോ. ഒന്നുകിൽ കാര്യങ്ങൾ അധ്യാപകൻ നിത്യ വിദ്യാർത്ഥി ആവണം എന്നാണ്. വേണ്ട, ഒരു കാര്യത്തിലെങ്കിലും പഠിക്കാൻ അയാൾ തയ്യാറാവണം, പഠിച്ചിട്ട് പറയണം. ഇതെന്തൊക്കെ ഞാൻ പറയണു, വിവരക്കേടുകൾ എഴുന്നള്ളിക്കാന്ന് ആവർത്തിച്ച് പറയണു. ആധികാരികമായ തെളിവും കാര്യങ്ങളും ഞങ്ങൾ വേണമെങ്കിൽ പിന്നീട് തരാം. ഇപ്പം അതിന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അവർ പറയട്ടെ. ആദ്യം ചെയ്യേണ്ടത് ഇവരൊരു പത്രസമ്മേളനം വിളിക്കണം. ഇതുവരെ വിളിച്ചിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിൽ ഒന്നിച്ച് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതൊന്ന് പറയാൻ കഴിയുമോ? അവർ പറയട്ടെ. അതിൻ്റെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ച് പത്രസമ്മേളനം വിളിക്കും. അതിനൊക്കെ എണ്ണി അവർ പറയുന്നതിന് മറുപടി പറയും എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾക്ക് ഇതൊക്കെ ചാർത്തി കൊടുക്കാൻ പറ്റിയ നല്ല ടീമാണ് അവിടെ ഉള്ളത്. മൂവർ ടീം മനസ്സിലായിക്കോളൂ. MLA ആയിക്കോട്ടെ, ഇപ്പോഴുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞിട്ടുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചില കേസിൽ അന്വേഷണം നടക്കുന്ന ഇപ്പോഴത്തെ ചെയർമാൻ്റെ ഭർത്താവായിക്കോട്ടെ, അവരാ കൺവീനർ. അപ്പോൾ നല്ലൊരു ടീമാണ് അവിടെ ഉള്ളത് അഴിമതി നടത്താൻ. അഴിമതിയുടെ പുകമറ ഞങ്ങളിൽ സൃഷ്ടിക്കേണ്ട, അതിന് അർഹതപ്പെട്ടവർ അവർ മാത്രമാണ്. നഗരസഭയിൽ ചെയർപേഴ്സൺ ആണ്, പിന്നെ അതുകൂടാതെ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ഈ ആരോപണങ്ങൾ ശരിക്കും വസ്തുതാപരമല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നു. പക്ഷേ എന്തായിരിക്കും ഇങ്ങനെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ? അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ്. സംഭവം ഇത് പഠിച്ചിട്ടല്ലേ കാര്യങ്ങൾ പറയുക. വെറുതെ ഇങ്ങനെ അഴിമതി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അഴിമതി ഞങ്ങൾ പഠിച്ചിട്ടാണ് പറയണത്. അഴിമതി ഉള്ളത് നഗരസഭയിൽ ഞങ്ങൾ ഭരിക്കുമ്പോഴല്ല. ഇദ്ദേഹം സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ്. നിങ്ങൾ ചോദിച്ചാൽ മതി. സഹകരണ വകുപ്പിലെ സെക്ഷൻ 65 പ്രകാരം ആർക്കെതിരെയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം നടത്താനുണ്ടായ പരാതി കൊടുത്തത് CPM ആരെങ്കിലും ആണോ? അത് അന്വേഷിച്ചാൽ മതി. അവരുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾ തന്നെയാണ്. അപ്പം ഞാനും മാഷും കൂടി ഇങ്ങനെ നടക്കുക, ഞാൻ മാഷിക്കെതിരെ പരാതി കൊടുക്കുക, മാഷിക്കെതിരെ അന്വേഷണം നടക്കുക. അത് വെറുതെ സംഭവിക്കില്ലല്ലോ, അറിഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ അഴിമതി നടത്തിയ ആൾ തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കുക. അഴിമതി നടത്തി എന്നുള്ളത് 65 പ്രകാരം കേസ് നടക്കുന്ന സംഭവമാണ്. നിങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ, ഞാനും മാഷും പറഞ്ഞു, ഞങ്ങൾ വസ്തുതകൾ അല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് UDF പറയാനുള്ളത്, പെരിന്തൽമണ്ണ UDF നഗരസഭയിലെ UDF നേതൃത്വം കൊടുക്കുന്നവരോടും പറയാനുള്ളത്, പെരിന്തൽമണ്ണ നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമൊന്നല്ല. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്താനും അതിനെ നിരീക്ഷിക്കാനും അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഓഡിറ്റ് എല്ലാ വർഷവും ഉണ്ട്. ഇവർ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഓഡിറ്റിൽ അവർ സാധാരണഗതിയിൽ ഓഡിറ്റർമാർ അങ്ങനെ അഭിനന്ദിക്കാറില്ല. നമ്മൾ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. നമ്മളെ ഫ്ലാറ്റ് ആണെങ്കിലും ഹരിതകർമ്മസേനയാണെങ്കിലും ഒക്കെ അഭിനന്ദിച്ചിട്ടുള്ള നമ്മളത്തെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. അതിന് പുറമെ വിജിലൻസ് ഉണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ കോടതിയുണ്ട്. അല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല പെരിന്തൽമണ്ണ നഗരസഭ എന്ന് പറയുന്നത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഞങ്ങളെക്കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളിതിന് മുതിരാൻ തീരുമാനിച്ചിരുന്നില്ല. സ്വാഭാവികമായും ഇങ്ങനെ
വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. അങ്ങനെയുള്ള പ്രതികരണമായിട്ട് കണ്ടാൽ മതി. നല്ല രീതിയിൽ ഭരണം നടത്തുക, അത്രയും പറയാനുള്ളൂ. ഇപ്പോൾ നഗരസഭയുടെ മുൻ ചെയർമാൻ പി ഷാജിയും മുൻ പാർലമെൻറ്റ് പാർട്ടി ലീഡർ പി ഉണ്ണികൃഷ്ണൻ മാഷ്, അദ്ദേഹം പൊതുമരാമത്തിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിക്കൊക്കെ എതിരെ UDF ഇപ്പോൾ അധികാരത്തിലെത്തിയതിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, വലിയ അഴിമതി ആരോപണങ്ങൾ. അതുകൂടാതെ പല കാര്യങ്ങളും അവർ പല പ്രാവശ്യമായിട്ട് ജനങ്ങൾക്കിടയിൽ എന്താണ് ധരിപ്പിക്കുന്നതെന്ന് കൃത്യമായ അവബോധമില്ലാതെ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞു എന്നാണ് LDFൻ്റെ CPMൻ്റെ നേതാക്കൾ പലരും ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരിക്കട്ടെ എന്ന് തന്നെയാണ് LDFൻ്റെ CPMൻ്റെ നേതൃത്വം എല്ലാം പറയുന്നത്. UDFന് അധികാരം കിട്ടി, പക്ഷേ എല്ലാം കൃത്യമായി പരിശോധിക്കണം. വസ്തുതകളാണെന്ന് മനസ്സിലാക്കാതെ എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ അന്വേഷണം, ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രേഖകൾ സഹിതം വയ്ക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് മുൻ നഗരസഭാ ചെയർമാൻ പി ഷാജിയും ഉണ്ണികൃഷ്ണൻ മാഷും പറയുന്നുണ്ട്. ഭരിക്കാൻ അവസരം കിട്ടിയാൽ ഭരിക്കുക, പക്ഷേ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തി മുൻ ഭരണസമിതിയെ തേജോവധം ചെയ്യാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കും, ശക്തമായി പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നഗരസഭാ ചെയർമാനായിരുന്ന പി ഷാജിയും ഉണ്ണികൃഷ്ണൻ മാഷും മാത്രമല്ല CPMൻ്റെ നേതൃത്വം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണം സുതാര്യമാകണം. മുൻ ഭരണസമിതികളെ മുൾമുനയിൽ നിർത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് ഉള്ളതാവരുത് ഭരണം. നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന തരത്തിൽ ഇവിടെ പല പദ്ധതികളും പൂർത്തീകരിക്കപ്പെടാനുണ്ട്. മോഡേൺ ഇൻഡോർ മാർക്കറ്റ്, അങ്ങനെ പല പദ്ധതികളും. അതൊക്കെ ഇപ്പോൾ ഈ വരാൻ പോകുന്ന മാർച്ച് വരെയുള്ള പദ്ധതികൾക്കുള്ള ഫണ്ട് വകയിരുത്തിയതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് വന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഭരണം മാറിയെങ്കിലും അതൊക്കെയാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പദ്ധതികൾ പൂർത്തീകരിക്കട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാവട്ടെ. അഴിമതി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ നല്ല ഭരണമുണ്ടാകാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുക, ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങി സത്യമായ രീതിയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ഭരണസമിതിക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ഇവരും അത് തന്നെയാണ് ആശംസിക്കുന്നത്. നല്ല രീതിയിൽ ഭരണം നടത്തുക, ആരോപണങ്ങളിൽ കൂടി കാലം കഴിക്കരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.